Hi Makle, welcome back to Easy Botany, Tasty Botany. Now, second year in the botany practical, the record in a course assumption which correct message. Now, endayalu botany record in the revised PDF engane easy record varichu thirkkandu പറയുന്നൊരു വീഡിയോ ആണത്. അപ്പോൾ നമ്മൾ ആ PDF വെച്ചിട്ട് ഏതൊക്കെ പേജ് എങ്ങനെയൊക്കെ വരക്കണം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് നമ്മൾ ബോട്ടണി സോളജി ഒക്കെ തന്നെ റെക്കോർഡ് കുറച്ച് മുന്നേ തന്നെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾ എക്സാമിൻ്റെ സമയമാകുമ്പോഴുള്ള ആ ഒരു എക്സാം സ്ട്രെസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ മക്കളെ നല്ല കുട്ടികളായിട്ട് ഇപ്പം തന്നെ വരച്ചു തുടങ്ങുക. പ്രാക്ടിക്കൽ റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ റൈറ്റ് സൈഡിലാണ് നമ്മൾ ഡയഗ്രാം വരയ്ക്കേണ്ടത് കേട്ടോ. ഒരു പ്രാക്ടിക്കൽ റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഡയഗ്രാം വരയ്ക്കുക. നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ക്യാരക്ടേഴ്സ് ഒക്കെ എഴുതാനുള്ളത് ഈ ലെഫ്റ്റ് സൈഡിലോട്ട് എഴുതുക. ഓക്കെ, ആൻഡ് ദെൻ ഇനി ലാബിൽ ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ ഡയഗ്രാം വരച്ച് ഇപ്പോൾ ഡയഗ്രാം നന്നായിട്ട് സെൻറ്ററിൽ നല്ല ഭംഗിയായിട്ട് വരയ്ക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഹെഡിങ് സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഒക്കെ ഇല്ലാണ്ട് എഴുതുക. റൈറ്റ് സൈഡിലോട്ട് അതിൻ്റെ ലാബലിങ്ങും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു റെക്കോർഡ് വരച്ച് തുടങ്ങേണ്ടത്. നല്ല വൃത്തിയായിട്ട് വരച്ച് തുടങ്ങുക. എന്തായാലും നമ്മളൊരു സയൻസ് സ്റ്റുഡൻസിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് നമ്മൾ ഭംഗിയുള്ള തെറ്റൊന്നും ഇല്ലാത്തൊരു റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുതിയ നിങ്ങൾ കുറേ പേര് പഴയ റെക്കോർഡ് എന്ന് വെച്ചാൽ കുറേ മുന്നേ ഉള്ള റെക്കോർഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് വരച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ വരച്ചിട്ട് അധികം വരച്ച് കഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് അത്രയൊന്നും വരയ്ക്കേണ്ടതല്ല, കുറച്ച് റിവൈസ്ഡ് ആക്കിയിട്ടുള്ള പുതിയ നമ്മുടെ സ്കീമിനനുസരിച്ചിട്ടുള്ള റെക്കോർഡാണ് നമുക്ക് വരയ്ക്കേണ്ടതുള്ളൂ. ഒരുപാട് വരയ്ക്കേണ്ടതില്ല. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വരയ്ക്കാനുള്ളത് എന്നൊരു റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോട്ടണി റെക്കോർഡിൻ്റെ മാനുവൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോട്ടണി ലാബ് മാനുവലാണ് കേട്ടോ, റിവൈസ്ഡ് ആയിട്ടുള്ള ലാബ് മാനുവൽ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ബോട്ടണി റെക്കോർഡിന്റെ ഫ്രണ്ടിൽ ഒരു ഇൻഡെക്സ് പേജ് ഉണ്ടാവും. ആ ഇൻഡെക്സ് പേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എല്ലാ റെക്കോർഡിലും പോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് അതിൽ വരച്ചത് എന്നുള്ള ഏത് പേജിലാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതാ ഇവിടെ മൈറ്റോസിസ്, അതുപോലെ പ്രോഫൈസ്, അങ്ങനെയൊക്കെ ഓരോ പേജിൽ ഏതൊക്കെ പേജിൽ നമ്മുടെ ഈ സാധനങ്ങൾ വരച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് പേജ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ബോട്ടണി റെക്കോർഡിൽ ഇൻഡെക്സ് കഴിഞ്ഞാൽ നമുക്ക് നോക്കൂ, ഈ ക്ലാസ് 2 പ്രാക്ടിക്കൽസ്, ക്ലാസ് 1 പ്രാക്ടിക്കൽസ്, ഫസ്റ്റ് ഇയറിന്റെ പ്രാക്ടിക്കൽസ് ആണ് നമുക്ക് ആദ്യം വരയ്ക്കാനുള്ളത്. അപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിലോട്ട് ഇത് നമ്മൾ ഇനിയുള്ളത്, അപ്പൊ ഇതിന്റെ ഒരു പേജ് നമ്മൾ ആദ്യത്തെ പേജ് ക്ലാസ് 1 പ്രാക്ടിക്കൽസ് എന്ന് എഴുതി. ദെൻ അത് കഴിഞ്ഞിട്ട് അടുത്ത ഇപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ, അതിന്റെ റൈറ്റ് സൈഡില് ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ റൈറ്റ് സൈഡിൽ നമ്മൾ മൈറ്റോസിസ് എന്നുള്ള ഹെഡിങ് എഴുതി. ദെൻ അത് കഴിഞ്ഞിട്ട് അടുത്ത പേജിൽ നോക്കൂ, അടുത്ത പേജ് എടുത്തു കഴിഞ്ഞാൽ അതിലെ പ്രോഫേസ് ഡയഗ്രം ഇവിടെ വരക്കുന്നു. അതിന്റെ റീസൺസ്, ഐഡന്റിഫിക്കേഷൻ റീസൺസ് നമ്മൾ ഇവിടെ എഴുതുന്നു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് അടുത്ത പേജില് മെറ്റാഫേസ് കണ്ട, മെറ്റാഫേസിന്റെ ക്യാരക്ടേഴ്സ് നമ്മൾ ഇപ്പുറത്തെ എഴുതി. റൈറ്റ് സൈഡിൽ ഡയഗ്രം വരക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ അതിന്റെ ക്യാരക്ടേഴ്സ് എഴുതുന്നു. മെറ്റാഫേസ് ഇത് ടീച്ചർ പെട്ടെന്ന് മറിച്ചു പോകുന്നുണ്ട്, വീഡിയോ കുറച്ച് ലെങ്തി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ PDF ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ദെൻ അനാഫേസ്, ദെൻ ടീലോഫേസ്. അപ്പൊ ഈ 4 പേജിൽ നമ്മുടെ 4 സെൽ സൈക്കിളിന്റെ സ്റ്റേജുകൾ നമ്മൾ കവർ ചെയ്ത് ഡയഗ്രാം വരച്ചു കഴിഞ്ഞു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് സ്പെസിമെൻസിന്റെ ഐഡന്റിഫിക്കേഷൻ ആണ്. അപ്പൊ അത് നമ്മളൊരു പേജില് ഇതപ്പോ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാല് സെയിം റൈറ്റ് സൈഡിൽ ഇതപ്പോ ഇങ്ങനെ സ്പെസിമെൻ ഐഡന്റിഫിക്കേഷൻ എഴുതുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പേജ് എടുത്തിട്ട് കണ്ടോ, നെക്സ്റ്റ് പേജ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് സൈഡില് അതിന്റെ ഡയഗ്രാം വരക്കുന്നു, ലെഫ്റ്റ് സൈഡില് അതിന്റെ റീസൺസ് എഴുതുന്നു. ഓക്കെ, അപ്പോ അതിലെ ഓസിലറ്റോറിയ നോക്കൂ. ദെൻ അത് കഴിഞ്ഞ് റൈസോപ്പസ് അല്ലെ, റൈസോപ്പസ് ഒരു ഫംഗസ് ആണ്. ദെൻ അത് കഴിഞ്ഞ് അഗാരിക്കസ് അടുത്ത പേജിൽ വരച്ചു. ദെൻ അത് കഴിഞ്ഞ് സ്പൈറോഗൈറ. ദെൻ ഓക്കെ, ഇനി സർഗാസം, സർഗാസം ആൽഗയിൽ അല്ലെ, സർഗാസം. പിന്നെ ബ്രയോഫൈറ്റിലെ മോസ് പ്രോട്ടോനിമ. ദെൻ ഫിനേരിയ ഗാമിറ്റോഫൈറ്റ് വിത്ത് സ്പോറോഫൈറ്റ്.
ദെൻ ഫേൺ പ്രോതാലസ്. നോക്കൂ, ഇതിന്റെയൊക്കെ തന്നെ നമ്മൾ റൈറ്റ് സൈഡിലാണ് ഡയഗ്രാം വരയ്ക്കേണ്ടത്, ലെഫ്റ്റ് സൈഡിലാണ് അതിന്റെ റീസൺസ് എഴുതേണ്ടത് കേട്ടോ. നെഫ്രോലെപ്പി സ്പോറോഫൈറ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാണ്ട് എഴുതാൻ നോക്കുക കേട്ടോ, ഹെഡിങ് ഒക്കെ. ദെൻ പൈനസ് മെയിൽ കോൺ അല്ലെ, ജിംനോസ്പെർമിൽ നമ്മൾ പൈനസ് മെയിൽ കോൺ വരച്ചു. ദെൻ പൈനസ് ഫീമെയിൽ കോൺ അല്ലേ. അപ്പോ ദെൻ അത് കഴിഞ്ഞ് ക്ലാസ് 2 പ്രാക്ടിക്കൽസ് നടത്തി നമ്മളൊരു പേജിൽ മെയിൻ ആയിട്ട് ഒരു ഹെഡിങ് എഴുതി വെച്ചു. ഓക്കെ, ദെൻ അതില് പ്ലാന്റ് അനാട്ടമി. ഓക്കെ, പ്ലാന്റ് അനാട്ടമിയില് ഇപ്പോ നമ്മള് ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ അനാട്ടമി, ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേട്ടോ. അനാട്ടമി വരയ്ക്കും, അതായത് നമ്മുടെ പ്രാക്ടിക്കലിന് 20 മാർക്ക് ഉണ്ട് വെച്ചാൽ അതിൽ അത്രയും 5 മാർക്കും ഈ അനാട്ടമിക്കാണ് വരുന്നത്. അതാണ് നമുക്ക് മെയിൻ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡയഗ്രാം നിങ്ങൾ വരക്കുമ്പോൾ കറക്റ്റ് തെറ്റാണ്ട് വരക്കുക കേട്ടോ, നല്ല കുട്ടികളായിട്ട് തെറ്റാണ്ട് വരക്കുക. അപ്പൊ ഇതിൽ അനാട്ടമിയിൽ കുട്ടികൾ സംശയം ചോദിക്കാറുണ്ട്. നമ്മൾ ആ ഒരു പേജിൽ തന്നെ നോക്കൂ, നിങ്ങൾ മുകളിൽ ഗ്രൗണ്ട് പ്ലാനും വരച്ചിട്ടുണ്ട്, താഴെ അതിന്റെ പോർഷൻ എൻലാർജ്ഡും വരച്ചിട്ടുണ്ട്. അപ്പൊ തെറ്റാണ്ട് സൈലോവും ഫ്ലോയും ഒക്കെ നമ്മൾ ലാബിൽ ചെയ്യുക കേട്ടോ. ഓക്കെ, അതിന്റെ റീസൺസ് ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ആണ് ഡൈക്കോട്ട് സ്റ്റെമ്മ, മോണോകോട്ട് സ്റ്റെമ്മ് കേട്ടോ, മോണോകോട്ട് സ്റ്റെമ്മ്. ഗ്രൗണ്ട് പ്ലാൻ മുകളിലും പോർഷൻ എൻലാർജ്ഡ് താഴെയായിട്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഡൈക്കോട്ട് റൂട്ട്, ദെൻ മോണോകോട്ട് റൂട്ട്. ഡൈക്കോട്ട് റൂട്ട് സാധാരണ പ്രാക്ടിക്കൽ എക്സാമിന് വെക്കാറില്ല കേട്ടോ, മോണോകോട്ട് റൂട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ടാക്സോണമിയാണ്. ടാക്സോണമിയിൽ നമുക്ക് ആകെയുള്ളത് ഇപ്രാവശ്യം സോളനേസി എന്ന് പറഞ്ഞ ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ. പഴയ റെക്കോർഡ് നോക്കിയോട്ടെ ലിലിയേസിയും ഫാബേസിയും ഒക്കെ വരച്ചു വെക്കാറുണ്ട്, അതിന്റെ ആവശ്യമില്ല കേട്ടോ. അപ്പൊ സിംഗിൾ ഫ്ലവർ, എൽഎസ് ഓഫ് ദ ഫ്ലവർ, അതിന്റെ ഫ്ലോറൽ ഡയഗ്രം, ഫ്ലോറൽ ഫോമിലും വരച്ചു വെക്കുക കേട്ടോ. ദെൻ പിന്നീട് നമുക്ക് ഒരു ആന്തറിന്റെ പ്രാക്ടിക്കൽ ഉണ്ട്. ആന്തറിന്റെ സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് CS ഓഫ് ദി ആന്തർ. അപ്പൊ ആന്തർ എടുത്തു, ദെൻ CS ഓഫ് ദി ആന്തർ, അതിന്റെ ഡയഗ്രാം വരച്ചു. ഇത് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിന് നമുക്ക് വരച്ച് ലാബിൽ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. സെക്ഷൻ എടുക്കും, വരച്ച് ലാബിൽ ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഇത് നമ്മൾ അതിന്റെ ആന്തർ ഡയഗ്രാം വരച്ചു, ലാബിൽ ചെയ്തു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് എക്കോളജിക്കൽ ഇന്ററാക്ഷൻ ആണ്. അത് എക്സാമിന് വെക്കും, എക്കോളജിക്കൽ ഇന്ററാക്ഷനില്. അപ്പൊ എക്കോളജിക്കൽ ഇന്ററാക്ഷന്റെ നോക്കൂ, മ്യൂച്വലിസം, അതിന് ലൈക്കൻ എക്സാമ്പിൾ ആണ്. ഒരു ഡയഗ്രാം വരക്കുക, ലാബിൽ ചെയ്യുക, ഇപ്പുറത്ത് അതിന്റെ ഡിസ്ക്രിപ്ഷൻ എഴുതാം. ദെൻ അതുപോലെ കമൻസാലിസം, അതിന് വേണ്ട എക്സാമ്പിൾ ആണ്. ദെൻ പാരസൈറ്റിസം, ലോറന്തസ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് പാരസൈറ്റിസം കസ്ക്യൂറ്റ. അപ്പൊ കുട്ടികൾ ഒരു സംശയം ചോദിച്ചിരുന്നു, യൂട്യൂബിൽ തന്നെ കമന്റ് കണ്ടിരുന്നു, നിങ്ങൾ ഇത് പിന്നെ 2 വരക്കണം. സാധാരണ കുട്ടികളൊക്കെ 2 വരക്കാറുണ്ട്. പാരസൈറ്റിസം എന്ന് വെച്ചാൽ എക്സാമിന് വെക്കുമ്പോൾ ഇനിയിപ്പോ 1 വരച്ചാലും കുഴപ്പമില്ല കേട്ടോ. എക്സാമിന് വെക്കുന്ന എന്താണോ ഐറ്റം അത് നിങ്ങൾ ടീച്ചർ പറയും, അപ്പൊ അത് വരച്ചാലും മതി കേട്ടോ. ഓക്കെ, ദെൻ ഇനിയുള്ളത് ബയോടെക്നോളജി ആണ്. ഈ ബയോടെക്നോളജിയുടെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാല് ബയോടെക്നോളജിയുടെ ഫോട്ടോഗ്രാഫ്സ് നിങ്ങൾ വരയ്ക്കേണ്ട. അപ്പൊ നമ്മുടെ ഒരു പ്രിന്റ് ഔട്ട്, മാനുവലിലെ പ്രിന്റ് ഔട്ട്, ഇപ്പൊ ഈ ഒരു സാധനം തന്നെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വെച്ചാലും മതി. നിങ്ങൾ അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഒട്ടിച്ചാൽ മതി. റൈറ്റ് സൈഡിൽ ഒട്ടിക്കുക, ലെഫ്റ്റ് സൈഡിൽ അതിന്റെ റീസൺസ് എഴുതുക. ഓക്കെ, BT കോട്ടൺ, ഇത് എക്സാമിന് വെക്കുന്നതാണ് കേട്ടോ. BT കോട്ടൺ, ബയോറിയാക്ടർ ആൻഡ് ക്ലോണിംഗ് വെക്ടർ, റൈറ്റ്. അപ്പൊ ഇതാണ് നമുക്ക് ഈ 3 നിങ്ങൾ കുറെ പേര് സംശയം ചോദിക്കുന്നുണ്ട്, വരയ്ക്കണോ, ഇതെങ്ങനെ വരയ്ക്കണം. അത് നിങ്ങൾ വരയ്ക്കേണ്ട. അത് നിങ്ങൾ ചെയ്യേണ്ട ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ആ ചിത്രം ഒട്ടിച്ചാൽ മതി. ഈ ചിത്രം കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ പിന്നീട് പ്ലാൻ ഫിസിയോളജിയാണ്. അപ്പൊ നമ്മുടെ റെക്കോർഡ് അവസാനിക്കാൻ പോവാണ്. നിങ്ങൾ ലാസ്റ്റ് വരെ വെച്ച് ലാസ്റ്റിൽ എക്സാമിനോട് അടുപ്പിച്ചിട്ട് ഈ സ്ട്രെസ്സുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും വരച്ചിട്ടോ എഴുതിയിട്ടോ കഴിയൂല. പ്ലാൻ ഫിസിയോളജിയാണ്. പ്ലാൻ ഫിസിയോളജിയിൽ നമുക്ക് നിങ്ങളുടെ പിന്നെ പ്ലാൻ സ്റ്റഡി ഓഫ് പ്ലാൻ, അതായത് അതിൽ നമ്മളെ റെക്കോർഡിൽ സാധാരണ വരയുള്ള ഒരു ഭാഗം ഉണ്ടാവും അല്ലെ, കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു വരയുള്ള ഭാഗം ഉണ്ടാവും. അപ്പൊ വരയുള്ള ഭാഗത്താണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ ഇതുവരെയുള്ളതെല്ലാം നിങ്ങൾ പെൻസിൽ കൊണ്ടാണ് എഴുതേണ്ടത് കേട്ടോ. ഇവിടെ ഫിസിയോളജി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറെ എഴുതാനുള്ളത് കൊണ്ട് നിങ്ങൾ എഴുതാനുള്ളത് എന്ത് ചെയ്യാം,
പേന കൊണ്ട് എഴുതുക. അത് അപ്പൊ ഇത് റൈറ്റ് സൈഡിൽ എവിടെയാണോ ലൈനുള്ള ഭാഗം അവിടെ നമ്മൾ ഇത് എഴുതുക. സിമ്പിൾ ആണ്. അത് കുറേ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. നമുക്ക് വരയുള്ള ഭാഗത്ത് ഇത് എഴുതാം, വരയില്ലാത്ത ഭാഗത്ത് എന്തെഴുതാം, ഈ ഡയഗ്രാം വരക്കാം. ഡയഗ്രാം എന്തായാലും വരച്ച് ലാബിൽ ചെയ്യണം. എക്സാമിന് ഡയഗ്രാം വരച്ച് ലാബിൽ ചെയ്യാനുള്ളതാണ്. നമുക്ക് എക്സാമിന് ഇതിന്റെ ചോദിക്കുന്ന ശരിക്കും ഇതിന്റെ എയിമും ഈ ഡയഗ്രാം വരച്ച് ലാബിൽ ചെയ്യാനാണ് കേട്ടോ. എന്നാലും ഇതൊക്കെ നമ്മൾ എഴുതണം. ഒന്ന് സ്റ്റഡി ഓഫ് പ്ലാന്റ് പിഗ്മെന്റ്സ് ബൈ പേപ്പർ ക്രൊമാറ്റോഗ്രാഫി ആണ് കേട്ടോ. രണ്ടാമത്തത് ഹൈഡ്രല്ല എക്സ്പെരിമെന്റ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഹൈഡ്രല്ല എക്സ്പെരിമെന്റ്. മൂന്നാമത്തത് ഈസ്റ്റ് ഫെർമെന്റേഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോള്. നാലാമത്തത് സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റൊമാറ്റ. ദെൻ അഞ്ചാമത്തത് ഇത്രയാണ് നമുക്ക് വരക്കാനുള്ളത് കേട്ടോ. എക്സ്പെരിമെന്റുകളിൽ ഫിസിയോളജി എക്സ്പെരിമെന്റുകളിൽ പിന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അത് ടീച്ചർ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോ മക്കളെ റെക്കോർഡിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകള് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങളുടെ റെക്കോർഡിലുള്ള ഡൗട്ടുകളെന്ന്. അപ്പൊ ഞാനതിന് മറുപടി തരും. പിന്നെ നമ്മളെ PDF, ഇതേ PDF മിഥുൻ പറഞ്ഞൊരു സാറ് ഉണ്ടാക്കിയതാണ് ഈ റിവൈസ്ഡ് ആയിട്ടുള്ള PDF. ഈ PDF ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ ബോർഡിന് റെക്കോർഡ് വരച്ചിട്ട് ഇരിക്കുക. എന്നാലാണ് ലാസ്റ്റിലുള്ള നിങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, നല്ല റെക്കോർഡ് വരയ്ക്കുക, നല്ല ഭംഗിയായിട്ട് വരയ്ക്കുക, നല്ല കുട്ടികളായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അത് വെരി ബെസ്റ്റ്. താങ്ക് യു.